ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് മരോട്ടിച്ചാല്. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയതിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ തവണ 7ാമതൊരു എപ്പിസോഡാണ് ഓർമ്മക്കുറിപ്പുകളെ വിട്ടത്. ഇത് 8ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് അച്ഛൻ്റെ ആപ്പിൾ ബീഡി വലിക്കുന്നതെന്ന് അവിടെ വെച്ചാണ് നിർത്തിയത് അല്ലേ? അപ്പോൾ അച്ഛൻ സാധാരണ ആപ്പിൾ ബീഡിയാണ് വലിക്കുക. അന്ന് പല ബ്രാൻഡ് ബീഡികളുണ്ട്. അണിൽ ബീഡി ഉണ്ട്, ആപ്പിൾ ബീഡി ഉണ്ട്, കാജ ബീഡി ഉണ്ട്. എങ്കിലും അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് ആപ്പിൾ. അതിലൊരു ആപ്പിളിൻ്റെ പടം ഉണ്ടായിരിക്കും. അണിൽ ബീഡിയിൽ ഒരു അണ്ണാർക്കണ്ണൻ്റെ പടം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ബീഡി അച്ഛൻ വാങ്ങി പുതിയ ബണ്ടിലാണെങ്കിൽ അതിൽ 12 ബീഡി ഉണ്ടായിരിക്കും. അച്ഛൻ ഒന്നോ രണ്ടോ വലിച്ചു കഴിഞ്ഞാലും അതിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ അച്ഛൻ അറിയില്ല. ആ സമയം അത് കഴിയാറാവുമ്പോൾ അച്ഛൻ എണ്ണി വെക്കും. ഇനി 3 ഉള്ളൂ എന്നൊക്കെ എണ്ണി വെക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിൽ നിന്ന് എടുക്കാൻ നമുക്ക് പറ്റില്ല വലിക്കാനായിട്ട്. അപ്പോൾ ഡെയിലി ബീഡി വലിയൊന്നല്ല കേട്ടോ അത്. വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ ഒരിക്കലൊക്കെ അതിനുള്ള ചാൻസ് കിട്ടുള്ളൂ. അച്ഛൻ റൈത്ത് തിണ്ണാമി ഇരുന്നാണ് സാധാരണ ബീഡി വലിക്കുക. ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബീഡി വലി ഞങ്ങളുടെ ഈ തിണ്ണയിലിരുന്ന തൊട്ടപ്പുറത്തുള്ള ചായക്കടയാണ്. ചായക്കടയിൽ ആരെങ്കിലും ചായ കുടിക്കാണ്ടെങ്കിൽ അവരോട് സംസാരിച്ചിട്ടൊക്കെ വലിക്കുക. അപ്പോൾ ഇതിനിടയിൽ ബീഡി കെട്ടുപോകുമ്പോൾ എന്നോട് പറയും, ഒരു അടുപ്പിൽ നിന്ന് ഒരു തീക്കുള്ളി എടുത്തുകൊണ്ട് വരാൻ പറയും. അത് കൊണ്ടു കൊടുക്കും. അതിൽ വീണ്ടും കത്തിച്ചിട്ട് തീക്കുള്ളി തരും. അത് അവിടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ രണ്ടാമത് കെട്ടുപോയ ബീഡി അച്ഛൻ വലിക്കുമ്പോൾ എനിക്കൊക്കെ ഭയങ്കര ദേഷ്യമാണ് അച്ഛനോട്. കാരണം ഞങ്ങൾക്ക് വലിക്കാനുള്ള കുറ്റിയുടെ ബാക്കിയാണത്. അത് കളഞ്ഞാൽ മതി. അതിനത് കളയാതെ വീണ്ടും അതിൻ്റെ ആ നൂല് കെട്ടി ഇതുവരെയും അച്ഛൻ വലിക്കും. അത് കഴിയുമ്പോൾ എനിക്ക് കിട്ടില്ല. പിന്നെ മുറ്റത്തിട്ടാലും അതുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ സുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ ഇല മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കെട്ടുപോകുന്ന ബീഡികൾ ചിലപ്പോൾ താഴെ വീണാലും മഴ നനഞ്ഞൊക്കെ കിടക്കും. എങ്കിലും പഴയ ബീഡി കുറ്റികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മുറ്റൊക്കെ അടിക്കുമ്പോൾ അത് മണലിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്ന് കിടക്കുന്നുണ്ടാവും. അത് എടുത്തുകൊണ്ട് പോയിട്ടാണ് ഞങ്ങളുടെ ഈ ഭാഗ്യ പരീക്ഷണം കക്കൂസിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു പറയുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെയാണ് കേട്ടോ അനുഭവം. ചേട്ടനോ അല്ലെങ്കിൽ മറ്റു ചേട്ടനോ ഇതുപോലെ ഒലിക്കാറുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് അവിടെ കൊണ്ടുപോയി വീട്ടിൽ നിന്ന് ഒരു 50 അടി ദൂരമുണ്ട് ഈ കക്കൂസിലേക്ക്. അപ്പോൾ കക്കൂസിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇരുന്ന് ഈ തട്ടികയാണ് കക്കൂസിനെ മുള കൊണ്ടുണ്ടാക്കിയൊരു തട്ടിക ചാണം മെഴുകിയിട്ട്. അത് കാറ്റിൽ കിടന്ന ആടും അടയ്ക്കാൻ പറ്റുന്നില്ല. ഈ കക്കൂസിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് മാവും അടയ്ക്കാമരം വാഴയൊക്കെ ഉണ്ട്. എങ്കിലും ചിലപ്പോൾ ഇതിനുള്ളിൽ കൂടി പുക തട്ടിയ കൂടെ പുറത്തേക്ക് വന്നാലോ എന്ന് പേടിച്ച് മൂക്കിൽ കൂടിയൊന്നും പുക വിടില്ല. നേരെ താഴത്തേക്ക് ഊതുള്ളൂ. കാരണം അപ്പോൾ പിന്നെ അത് കക്കൂസിലേക്ക് എന്നാ പുക പോകാൻ വേണ്ടി. അങ്ങനെ ആണ് കക്കൂസിലുള്ള എൻ്റെ ബീഡി വലിയുടെ തുടക്കം ഒക്കെ അങ്ങനെയാണ്. പിന്നെ ഈ അച്ഛൻ രാവിലെ തന്നെ എണീറ്റാൽ ആദ്യം ഒരു കട്ടൻ ചായ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് കുറച്ച് കുടിച്ചിട്ട് നേരെ കക്കൂസിലേക്ക് പോകലാണ് പതിവ്. അങ്ങനെ പോകുമ്പോൾ അച്ഛന് വേണ്ടി ഒരു ചായ മേടിച്ചു കൊണ്ടുവരണം. ചായക്കൊരു സ്റ്റീൽ പാത്രം അവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരിക്കും, ചെറുത്. ഒരു 2 ചായ കൊള്ളാവുന്ന വലിപ്പമേ ഉള്ളൂ. അതിൽ തറയ്ക്കൻ കൊച്ചു റദീദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആളുടെ മകൻ തോമസും റാപ്പിയും 3 പേരും കൂടിയാണ് കട നടത്തുക. കടയിൽ വെച്ച് തന്നെയാണ് അവർ വെള്ളയപ്പം പുട്ടൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലും അവർ ചായ എടുത്ത് തരും. അപ്പോൾ ഏകദേശം ഒരു കാലത്ത് 6:30 കൂടിയായി ഞാൻ ചായ മേടിക്കാൻ പോവുക. അവിടെ ചെന്നാൽ ധർമ്മു ചായ എടുക്കുകയാണെങ്കിൽ സന്തോഷമാണ്. കാരണം 1.5 ചായ ഉണ്ടായിരിക്കും അതിൽ. റാപ്പിയും കൊച്ചുഹൃദയനാണെങ്കിൽ ഗ്ലാസ്സിൽ കൃത്യം ചായ എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു തരുള്ളൂ. അപ്പോൾ ശരിക്കും അവരെ അച്ഛനെ ശപിക്കണ പോലെ തന്നെ അവരെയും ശപിക്കും. കാരണം ഈ ചായയിൽ നിന്ന് കുറച്ച് കുടിച്ച് നോക്കാൻ അങ്ങനെയുള്ള ദിവസങ്ങളിൽ പറ്റില്ല. ധർമ്മു ചായ എടുക്കുന്ന ദിവസം ഈ ചായ കൊണ്ടുവന്ന് വീട്ടിൽ വിളപ്പിൻ്റെ അതിൽ എളുപ്പ ഒഴിക്കാണ് കടന്ന് അടുക്കള ഭാഗത്തേക്ക് പോവുക. ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഇരുന്ന് ഒരു കവിളി ഞാൻ മോന്തും. അത് കഴിഞ്ഞ് ഒന്നറിയാത്ത പോലെ അടുപ്പിൻ്റെ അവിടെ കൊണ്ടുപോയിക്കും. ചെന്ന് കഴിയുമ്പോൾ ചേട്ടനും അച്ഛനും 2 ചേട്ടന്മാരും അതിൽ നിന്ന് കുറേശ്ശെ അവരും മോന്തും. അത് കഴിയുമ്പോൾ പിന്നെ ചായയുടെ അളവ് കുറയും. അപ്പോൾ അച്ഛൻ കുടിച്ചു വെച്ചിരിക്കുന്ന കട്ടൻ ചായയിൽ നിന്ന് കുറച്ച് അതിലേക്ക് ഒഴിച്ചു വയ്ക്കും. ചില ദിവസങ്ങളിൽ അച്ഛൻ അത് മുഴുവൻ കുടിച്ചിട്ടാണ് പോയി എന്നുണ്ടെങ്കിൽ ഇതിൽ ഒഴിച്ചു വയ്ക്കാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ പിടിച്ചു കഴിയുമ്പോൾ പറയും, എന്താ ഇതിൽ ചായ എത്ര ഉള്ളൂ എന്നൊക്കെ ചോദിച്ച് ചൂടാവും. അപ്പോൾ പറയും, ഇന്ന് കൊച്ചുവൃത എടുത്തത് ചായ, അല്ലെങ്കിൽ റാപ്പി എടുത്തത്, നശൂലം, അശ്രീകരം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അവരെ പ്രാവണത് കേൾക്കാം അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അച്ഛൻ കക്കൂസിക്ക് പോകുന്ന ആ അവസരങ്ങളിൽ ഈ അടുപ്പ് കല്ലിൻ്റെ 3 കല്ലിൻ്റെ അവിടെ ഞങ്ങൾ 3 പേരിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യത്തെ അടുപ്പിൻ്റെ ഇടത് സൈഡിലുള്ള കല്ലിൻ്റെ അവിടെയാണ് മൂത്ത ചേട്ടൻ സ്ഥാനം. മറ്റ് 2 സൈഡിൽ ഞാനും മറ്റേ ചേട്ടനും മാറി മാറി ഇരിക്കും.
ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ചേട്ടൻ്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം ഞങ്ങളുടെ മുന്നിൽ ചേട്ടൻ വിളമ്പുക. ചേട്ടനന്ന് കുട്ടനെല്ലൂർ സ്കൂളിൽ 8ലോ മറ്റോ പഠിക്കുകയാണ്. ഞാനൊക്കെ ഒരു 3ലോ 4ലോ, രണ്ടാമത്തെ ചേട്ടൻ 5ലോ 6ലൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ അടുപ്പും കല്ലുമ്മ കയറിയിരിക്കുമ്പോൾ അപ്പോഴാണ് ചേട്ടൻ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടുന്ന ചപ്പാത്തിയോ അല്ലെങ്കിൽ കൊള്ളി സ്റ്റൂ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളിൽ നിന്ന് ചേട്ടൻ വാങ്ങി കഴിക്കും. അതിന് പകരം തരുന്നത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഗുണ്ട് കൊണ്ടുതരാമെന്നാണ് പറയുക. ഗുണ്ടെന്ന് പറഞ്ഞാൽ സൈക്കിളിൻ്റെ ബോളുകളാണ്. ചെറിയ ബോളുകൾ സൈക്കിൾ ഷോപ്പിൻ്റെ മുറ്റത്തൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും ധാരാളം. അത് പെറുക്കി കൊണ്ടുവരും. എന്നിട്ട് ഈ ഇരുമ്പിൻ്റെ ഗുണ്ടാണ്, പൈസ കൊടുത്ത് മേടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് കൊണ്ട് തരിക. അത് കിട്ടുന്നത് വലിയ സന്തോഷമാണ്. ചെറിയ ഗോലിക്കായ പോലെ അത് കണ്ടമാനം സൂക്ഷിച്ചു വെച്ചായിരുന്നു ഒരു കാലത്ത്. എത്ര അപ്പങ്ങളും ചപ്പാത്തിയും കൊടുത്ത് സൂക്ഷിച്ചു വെച്ചാണ് അന്നത്തെ വലിയൊരു സമ്പാദ്യമായിരുന്നു അതൊക്കെ. പിന്നീട് അതൊക്കെ എങ്ങനെയോ പോയി. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ചേട്ടൻ്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം ഞങ്ങൾക്ക് മുമ്പിൽ വിളമ്പുക. നമുക്ക് സംശയമുള്ള എന്തും ചേട്ടനോട് ചോദിക്കാം, എന്തിനെ പറ്റിയും ചോദിക്കാം. ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ കയറ്റി കൊണ്ടുപോകുന്നൊരു വണ്ടിയാണ്. കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചാളെ കയറ്റി കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ബനാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴമാണ്. എന്ത് പഴത്തിനെയും ബനാന എന്ന് പറയും. അതായത് ഓറഞ്ചിനെ ബനാന എന്ന് പറയും, ആപ്പിളിനെ ബനാന എന്ന് പറയും, പഴത്തിനെ ബനാന എന്ന് പറയും, എല്ലാത്തിനും ബനാന എന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കുന്നത്? ഞങ്ങളൊക്കെ ഇങ്ങനെ ആശ്ചര്യം വിചാരിച്ചിരിക്കും, ഇത്ര അറിവ് ഈ മനുഷ്യനുണ്ടോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ. അപ്പോഴാണ് ഒരു ദിവസം ഞാൻ ചോദിച്ചു, കക്കൂസ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചു. കക്കൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കുക, കക്കെന്ന് പറഞ്ഞാൽ ഇരിക്കുക, കവച്ച്, കക്ക് കവച്ച്, ഊസ് ഇരിക്കുക. കക്കൂസ് എന്ന് പറഞ്ഞാൽ കവച്ചിരിക്കുക. എവിടെ കവച്ചിരിക്കുക നമ്മൾ? കക്കൂസിലല്ലേ. അപ്പോൾ അതാണ് കക്കൂസിന് ആ പേര് വന്നത്. അപ്പോൾ കക്കൂസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കാണ്. കക്കൂസ്, കവച്ചിരിക്കുന്ന സ്ഥലം. അപ്പം ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് ആയിരുന്നോ എന്നൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കക്കൂസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് വാക്ക്, അപ്പോൾ ഇംഗ്ലീഷൊക്കെ ഞാനും പഠിച്ചു തുടങ്ങിയോ എന്നൊക്കെ ഞാനും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കാലഘട്ടമൊക്കെ ആയിരുന്നു അത്. അങ്ങനെ അപ്പോൾ ഈ അന്ന് കടയുടെ പെട്രോമിക്സ് ആണല്ലോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ. ഇങ്ങനെ ഒരുപാട് കഥകളൊക്കെ, ചെറിയ ചെറിയ കഥകളൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ പോകാറുണ്ട്. പക്ഷേ അച്ഛനും അന്ന് ചെറിയ ചില പരിപാടികളൊക്കെ ഒപ്പിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരോട്ടിച്ചാലിൽ നിന്ന് സീകൾ എന്നൊരു ബസ്സാണ് ആകെ തൃശ്ശൂർക്ക് ഓടാൻ തുടങ്ങിയിരിക്കുന്നത്. അത് 1975 എൻ്റെ ഓർമ്മ. ആ ബസ് ഓടിത്തുടങ്ങുമ്പോൾ അതിലെ ഡ്രൈവറും കണ്ടക്ടറും ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് കിടക്കുക. അതിലെ ഡ്രൈവറുടെ പേര് തോമസ്, അങ്കമാലിക്കാരനാണ്. കണ്ടക്ടർ ജോസ്, കാലടിക്കാരൻ. പിന്നെ ഇവിടെ കോതമംഗലംകാരനാണ് അതിലെ ഔസേപ്പ് എന്ന് പറഞ്ഞ കിളി. ഈ 3 പേരാണ് അതിലെ ജീവനക്കാർ. അവർ തന്നെയാണ് സ്ഥിരം ജീവനക്കാർ. അവർ ഞങ്ങളുടെ ഇറയത്താണ് ഊണ് കഴിക്കലും കിടക്കലൊക്കെ. ഇറയത്ത് കുളിമുറി അവിടെയാണ്. ഈ തോമസ് ഏട്ടനൊക്കെ ഉണ്ടല്ലോ, വളരെ കൃത്യം പട്ടാള ചിട്ടയാണ്. രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞ് മുടിയൊക്കെ ഭംഗിയിൽ ചീകി നല്ല തേച്ച് വെച്ചിരിക്കുന്ന കാക്കി ഷർട്ടും പാൻറ്റാണ് ആളിടുക. അത് ഇട്ട് കഴിഞ്ഞ് ഒരു തോർത്ത് വെളുത്തത് തോളിലിടും. അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് രാവിലെ വന്ന് ആദ്യം ഒരു ചായ കുടിച്ച് എന്നിട്ടൊക്കെ പോകും. ഞാനൊക്കെ വളരെ ഭയഭക്തി ബഹുമാനങ്ങളോടെയാണ് അവരൊക്കെ നോക്കുക. കാരണം ഏറ്റവും അധികം ആരാധിക്കുന്നത് ഈ കണ്ടക്ടറും ഡ്രൈവറൊക്കെ തന്നെയാണ്. വണ്ടി കഴുകുമ്പോൾ ഞങ്ങളൊക്കെ ചെന്ന് നിൽക്കും, വണ്ടി ഹോൺ അടിക്കാൻ സമ്മതിക്കും, കഴുകാൻ വെള്ളമൊക്കെ എടുത്തു കൊടുക്കും. ചിലപ്പോൾ ഞങ്ങൾ കിടക്കുന്നത് ഇറയത്താണെങ്കിലും ഇവർ ഇറയത്ത് കിടക്കണമെങ്കിൽ ഞങ്ങൾ ഒരു പുൽപ്പായ എടുത്തുകൊണ്ട് പോയി വണ്ടിയിൽ വിരിച്ച് വണ്ടിയിൽ പോയി കിടക്കും, ഞാനും ചേട്ടനൊക്കെ. കൂടുതൽ തണുപ്പ് വരുന്ന സമയങ്ങളാണെങ്കിൽ ഈ പുൽപ്പായയുടെ കൂടെ ഒരു ചാക്കും ചണച്ചാക്കും എടുത്തിട്ടുണ്ടാവും, പഞ്ചസാര ചാക്ക് പോലെ. അതിനുള്ളിലേക്ക് ഇറങ്ങും, എന്നിട്ട് കഴുത്തറ്റം മൂടി പുതച്ച് അതിലാണ് കിടക്കുക. അങ്ങനെയൊക്കെ കിടക്കാണ്. ആ അനുഭവമാണ് ഞാൻ എൻ്റെ ശ്രദ്ധാഞ്ജലി എന്ന് പറഞ്ഞ കഥയിലെ കഥാനായകൻ മഴയത്ത് കിടക്കുന്നതിൽ ഓർമ്മ എനിക്ക് വന്നത്. ഈ വണ്ടിയിൽ കിടക്കുമ്പോൾ ഈ ചാക്കിനുള്ളിൽ കിടക്കുന്ന കഥകളൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ വലിയ വലിയ ആരാധകരാണ്. അന്നൊക്കെ മറുട്ടിച്ചാൽ ഒരാൾക്ക് അസുഖം വന്നാൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബസ്സിലാണ്. പാമ്പ് കടിക്കുകയോ കിണറ്റിൽ വീഴുകയോ ശ്വാസം മുട്ടുകയോ എന്തുണ്ടെങ്കിലും ആൾക്കാർ വഴിയില്ലാത്ത കാരണം ഈ കസേരയിൽ വെച്ച് കെട്ടി അവരെ മരോട്ടിച്ചാൽ വീടിൻ്റെ അവിടെയാണ് കൊണ്ടുവയ്ക്കുക. അവരെ വന്നു കഴിഞ്ഞാൽ ഡ്രൈവറെ വിളിക്കും. ചിലപ്പോൾ 1 മണി 2 മണി നേരമൊക്കെ ആവും. അവരെ വിളിച്ച് ആ വണ്ടിയിൽ കയറി ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി വരിക. 10 പൈസ അവർ വാങ്ങുമൊന്നുമില്ല. അങ്ങനെ ഒരു സേവനം കൂടി ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്.
ഈ വണ്ടിയിലാണ് രാവിലെ കായ കയറ്റി കൊണ്ടുപോകാനായിട്ട് മരൂട്ടിച്ചാലിലുള്ള കല്ലടി എന്ന് പറഞ്ഞൊരു കച്ചവടക്കാരനുണ്ട്. കല്ലടി. ഈ കല്ലടി തോമസ് എന്നാന്ന് പറയുന്നു അയാളുടെ പേര്. കായ കൊണ്ടുവരാൻ ഞങ്ങളുടെ ഉമ്മറത്താണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഒരു വലിയ മുറ്റം, ചായക്കടയുടെ ഒരു സൈഡും മുറ്റം, അങ്ങനെ എൽ പോലെ ഒരു മുറ്റം കിടക്കുന്നുണ്ട്. ഈ മുറ്റത്താണ് 10ഉം 150ഉം കൊല കായകൾ വെട്ടി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരിക്കും. രാവിലെ വരിക, അത് വണ്ടിയുടെ മുകളിലേക്ക് കയറ്റുക, കൊണ്ടുപോവുക മാർക്കറ്റിലേക്ക്. മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഈ കായകളൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ ഏകദേശം ഒരു 5:30-6 മണിയോടുകൂടി തോളിൽ കാവ് കെട്ടിയിട്ട് കാവുമ്മേ 4ഉം 5ഉം കൊല കായ മുന്നിലും പിന്നിലും കെട്ടി ഈ തോളിലേറ്റിയിട്ടാണ് ഈ കാവ് ചവിക്കുന്നവർ കായ കൊണ്ടുവയ്ക്കുക. അകലേന്ന് എത്ര 1-1.5 കിലോമീറ്റർ ദൂരത്തുനിന്ന് ഈ കായ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുറ്റത്ത് കൊണ്ടുവയ്ക്കും. ഈ കാവിൽ നിന്ന് ആ കയറുമെന്ന് അഴിച്ച് അവിടെ അടക്കി വെച്ച് എടുക്കാൻ പോകും. അങ്ങനെ ഒരു 6:30 ആകുമ്പോഴേക്കും മുറ്റം നിറച്ച് 10-100 പോലെ നല്ല കായകളായി ഉണ്ടായിരിക്കും. ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ കയറ്റി കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഉരിഞ്ഞു വീഴുന്ന ഉരികായി ഉണ്ട്. അത് ഞങ്ങൾക്ക് സാമ്പാറിലേക്ക് ഉപ്പേരി വയ്ക്കാനൊക്കെ ഇതിൻ്റെ ഉടമസ്ഥൻ തരും, അച്ഛന് കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് സാമ്പാറും മറ്റുള്ള ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഈ വെക്കുന്നതിനുള്ള ഒരു ലാഭം അതാണ് അങ്ങനെ. അപ്പോൾ ഈ കായ കൊണ്ടുവച്ച് കഴിയുമ്പോൾ ചില ദിവസങ്ങളിൽ വളരെ ഭദ്രമായിട്ട് അവർ കൊണ്ടുവയ്ക്കുമ്പോൾ എടുത്ത് വണ്ടിയിൽ കയറ്റിയാൽ ഈ 150 കൊല കായ കയറ്റിയാലും 5-6 കായൊക്കെ കൊഴിഞ്ഞു വീണുണ്ടായിരിക്കുള്ളൂ അതിൽ. അപ്പോൾ നമുക്ക് ഉപ്പേരി വയ്ക്കാൻ കിട്ടില്ല. അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ അച്ഛന് തോന്നിയൊരു ഐഡിയ, അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്രോമിക്സ് ഉമ്മർത്ത് കത്തിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ. ഒരു 9 മണിക്ക് ഒരുവിധ ആൾക്കാരൊക്കെ പോയി കഴിയുമ്പോൾ അച്ഛൻ പറയും പെട്രോമിക്സ് അകത്തേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയും. അപ്പോൾ ഞങ്ങൾ പെട്രോമിക്സ് എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ അച്ഛൻ അതിൻ്റെ കായയുടെ ഉള്ളിൽ കൂടി പതുക്കെ നടക്കണ കാണാം. ഈ അടിയിലത്തെ പടലയിൽ ഓരോ ചവിട്ടും ഇങ്ങനെ പതുക്കെ. അതൊരു 10-15 കൊലയുടെ ഗ്യാപ്പിട്ടൊക്കെ ഇങ്ങനെ നടന്ന് ഒരു 5-8 കൊലയും ഇങ്ങനെ ഓരോ ചവിട്ടും. എന്നിട്ട് ഒന്നറിയാത്ത പോലെ അകത്തേക്ക് വരും. പിറ്റേ ദിവസം കായ കയറ്റുമ്പോൾ ഏകദേശം ഒരു 4 കിലോ 5 കിലോ കായൊക്കെ ഉപ്പേരിക്ക് കിട്ടും. അങ്ങനെ ഉപ്പേരിക്ക് കായ ഉണ്ടാക്കും അച്ഛൻ. അങ്ങനെയുള്ള ചെറിയ നുറുങ്ങ് വിദ്യകളൊക്കെ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അതാണല്ലോ ഞാനും പഠിച്ചത്, ചില വിദ്യകളൊക്കെ. ഞാൻ ഇതിനു മുമ്പ് വിട്ട ഒരു ഇതിൽ ചായ കുടിക്കുമ്പോൾ ബോണ്ടയിലെ നൂല് കാണാതിരിക്കാനുള്ള ഒരു ഇത് പറഞ്ഞിരുന്നു, ആ ട്രിക്കൊക്കെ. അത് നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ കാണാം. എൻ്റെ ഓർമ്മക്കുറിപ്പുകൾ അടിച്ചു നോക്കിയാൽ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കായകൊല ഇവിടെ മാത്രമല്ല, ഇനി ബസ്സിൽ കയറ്റി കഴിഞ്ഞാൽ ബസ്സിൻ്റെ ഏറ്റവും മുകളിൽ ഈ കായകൾ കയറ്റി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ യൂണിയൻകാരെ ഇറക്കാൻ നേരത്തും അവരിതുപോലെ ട്രക്കുണ്ട്. അടിയിലത്തെ പടല ചവിട്ടി പിടിച്ചിട്ടാണ് അവർ കായ താഴത്തേക്ക് കൊടുക്കുക ചെയ്യുക താഴെ നിൽക്കുന്ന യൂണിയൻകാരൻ്റെ കയ്യിലേക്ക്. അപ്പോൾ അതിൻ്റെ മുകളിലും കുറേ ഉരികായ ഉണ്ടാവും. അത് ആ യൂണിയൻകാരെടുത്തുകൊണ്ട് പോകും. എല്ലാം കഴിഞ്ഞാലും കല്ലടിക്ക് ലാഭമാണ് അങ്ങനെ. കാരണം ഒരിക്കലും അയാളുടെ നഷ്ടത്തിൽ എല്ലാ കൊല്ലവും കായ കച്ചവടത്തിന് വരും അങ്ങനെ. അപ്പോൾ രസകരമായ ഓർമ്മകൾ കുറേ ഉണ്ട്. ഞാൻ അധികം സമയം ഇത് ദീർഘിപ്പിക്കുന്നില്ല. ഓരോ ദിവസവും ഓരോ ഓർമ്മക്കുറിപ്പുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം. ഇതെല്ലാം അനുഭവ കഥകളാണ്, കൂട്ടിച്ചേർക്കലുകളൊന്നുമില്ല കേട്ടോ ഇതിലൊന്നും. ഇതെല്ലാം സത്യസന്ധമായി നടന്നിട്ടുള്ള കഥകൾ തന്നെയാണ്. അപ്പോൾ അടുത്തൊരു ഓർമ്മക്കുറിപ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ അടുത്ത ദിവസം തന്നെ പരമാവധി വരാൻ നോക്കാം. കടയിൽ തിക്കും തിരക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ദിവസങ്ങൾ വൈകുന്നത് ഇത് വിടാൻ. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വിടണം എന്നുള്ള ഞാൻ ആലോചിച്ചതാണ്. എങ്കിലും ഞാൻ മറക്കില്ല, എല്ലാ കഥകളും നിങ്ങൾക്ക് മുമ്പിൽ പറയും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.